ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇതിലൂടെയാണ് ഈ നട്ടപ്പാതിരാക്കി മന്ദം നടക്കുന്നതെന്ന് വിചാരിക്കുന്നില്ലേ? യെസ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് മൗലാന ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പോൾ വണ്ടി നമ്മളിവിടെ നിർത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കാരണം വാപ്പ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വാപ്പാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഫാമിലി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഇത്താത്ത അനിയത്തി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാം. വാപ്പാക്ക് സീരിയസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതായത് അമോണിയ കൂടി, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു വാപ്പാനെ എന്തായാലും കാണിക്കണം, നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഇരുത്തി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പാനെ ഇവിടെ മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഓ കുഞ്ഞാത്ത, വാപ്പ, പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്, താത്താൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞാത്ത, അവരെല്ലാവരും രാവിലെ തന്നെ വാപ്പാനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കോളേജിലുള്ളതുകൊണ്ട് എനിക്ക് രാവിലെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോഴാണ് അഡ്മിറ്റായിട്ട് അവർക്ക് റൂമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവർ റൂമിലേക്ക് പോവാണ്. പഴയ ബ്ലോക്കിൽ നിന്ന് പുതിയ ബ്ലോക്കിലേക്ക് ഷിഫ്റ്റ് ആവാന്നൊക്കെ പറഞ്ഞ് കുറേ സമയം ഞങ്ങളവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നു. പിന്നെ അവസാനം ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ 9ാമത്തെ ഫ്ലോറിലാണ് റൂം വരുന്നത്. കാരണം കുറച്ച് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് കുറേ സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെയും കുറേ സമയം നിന്നു. എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാലേ, എനിക്ക് സ്റ്റുഡൻസ് ആരോ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ച് തേരാപാര അതിലങ്ങ് നടക്കായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഫൈക്കാക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ കുട്ടികളും കൊണ്ട് മേലേക്ക് പോകുന്നു. അങ്ങനെ ഞാനും ഇവമോളും മാത്രം താഴെ, ഇന ബേബിയും ഫൈക്കാക്കും മേലേക്ക് പോരുകയും ചെയ്തു. അതുണ്ടായി. അവസാനം വാപ്പാനെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഹോസ്പിറ്റലത്തെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം അതൊരു ഹാപ്പി സ്പേസ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വാപ്പാനെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ ജിജുവും വന്നിട്ടുണ്ടായിരുന്നു വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവനും ഞങ്ങളെല്ലാവരും കൂടെ പോകുക. കുറച്ചധികം സമയം അവിടെ നിന്നിട്ടോ അപ്പൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നാളെ കോളേജും ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പെരിന്തൽമണ്ണ നല്ല റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടോ. ഇത് ആക്ച്വലി ഒരു കിളിക്കൂടല്ല, അത് ക്രിസ്മസിൻ്റെ ഉണ്ണിയേശുവിൻ്റെ കൂടാണ്. ഉണ്ണിയേശുവിൻ്റെ കൂടാണ്. എനിക്ക് റോള്. അങ്ങനെ ഞങ്ങൾ എത്തിയത് ഷവർമ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. അത് പെരിന്തൽമണ്ണ ബൈപ്പാസിലുള്ളൊരു ഷോപ്പാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കാക്കു ആണ് ഇവിടെ കടയൊക്കെ നടത്തുന്നത്. അപ്പോൾ കുറേ ആയിട്ട് ഫൈക്കൊക്കെ പറയണ്ടായിരുന്നു ഇങ്ങോട്ട് വരണം, ഇവിടുത്തെ ഫുഡ് കഴിക്കണം എന്നൊക്കെ, ഷവർമയുടെ ഷോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആക്സിഡൻ്റലി നമ്മളിങ്ങനെ തിരഞ്ഞു പോരുന്നതിനിടയിൽ അങ്ങനെ കണ്ടിൽ പെട്ടു. അങ്ങനെ എന്നാൽ ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാനും ഫൈക്കൊക്കെ ഷവർമ ലവേഴ്സാണ്. അപ്പം ഇടയ്ക്ക് നല്ലതാണെങ്കിൽ ഷവർമ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാം. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു അന്തം വിട്ട് ഇരുത്താണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പിന്നെ ഫോണും കയ്യിലുണ്ടെങ്കിൽ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ്. ഇന്ന് ആക്ച്വലി ന്യൂ ഇയർ ദിവസമാണ് കേട്ടോ. പക്ഷേ അത്ര ഹാപ്പി ഒന്നുമല്ല, കാരണം വാപ്പ ഹോസ്പിറ്റലിലായതുകൊണ്ട്. ന്യൂ ഇയറൊക്കെ എന്തല്ലെങ്കിലും നമുക്കെന്ത് ന്യൂ ഇയർ എല്ലാ ദിവസവും പോലെ. ജിജുമോന് പന്തലൂർ പുതിയ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ട് തോന്നുന്നു. അവന് നല്ല കിടത്തത്തില്ല. പിന്നെ ജിജുവിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, അവൻ എൻ്റെ ആരാണ്, എൻ്റെ അനിയനാണോ എന്നൊക്കെ. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ സ്പെഷ്യൽ. റെഗുലർ ഉണ്ട്, പിന്നെ വിത്ത് ചീസ് ഉണ്ട്, പിന്നെ പ്രീമിയം ഉണ്ട്, ഫ്യൂഷൻ ഉണ്ട്. ഈ ഷോപ്പിൻ്റെ പേര് തന്നെ ഷവർമ ഫ്യൂഷൻ എന്നാണ് കേട്ടോ. അതിൽ റെഗുലറിൽ ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് സോസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ചീസ് ഇട്ടിട്ട് ഞാൻ ഇതാണ് ഓർഡർ ചെയ്തിട്ട്, സ്മോൾ ചീസ് റോൾ. ഇന്ന് വലിയ വിശപ്പൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് സ്മോൾ ചീസ് റോളാണ് ഓർഡർ ചെയ്തത്. പിന്നെ പ്രീമിയം ഉണ്ട്, ഫ്യൂഷനും ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ജ്യൂസസ് ആണ്. ഇത് ജ്യൂസസ് ഓറഞ്ച്, പൈനാപ്പിൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ മിൽക്ക് ജ്യൂസസ് ആണത്. പിന്നെ മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക്, പിന്നെ ഇവിടെ ലൈം ജ്യൂസ്, ഫ്യൂഷൻ ജ്യൂസസ് ഉണ്ട്. പിന്നെ മൊഹിറ്റോ ഉണ്ട്. ഇത് മൊജിറ്റോ എന്നല്ല കേട്ടോ, മൊഹിറ്റോ എന്നാണ് വായിക്കുക. ഓക്കെ, ഇതിൽ ഫൈക്കാക്കും അതേപോലെ ജിജും ലൈമാണ് കേട്ടോ ഓർഡർ ചെയ്തത്, റെഗുലർ ലൈം. ഇവമോള് ഇതിൽ ഏതാണ്, സ്ട്രോബെറി സീസണൽ, ഇതാണ് ഇവമോൾക്ക് ഓർഡർ ചെയ്തത്.
അപ്പൊ ജിജിമോൻ ആരാന്ന് പറഞ്ഞുതരാം. ജിജിമോൻ എൻ്റെ ഫൈക്കാക്കുൻ്റെയും അനിയനെ പോലെയാണ് കേട്ടോ. എൻ്റെ ഫൈക്കാക്കുൻ്റെ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അനിയനെ പോലെയാണ്. എല്ലാം കൊണ്ടും വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി എത്താനുള്ള ഒരാളാണ്. അതുപോലെ തന്നെ തിരിച്ചും ഒരു ക്ലോസ് ബഡി കമ്പാനി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതല്ലേ വലുത്? എൻ്റെ മീഡിയം ഏതാ? ഇതിലേതാ മീഡിയം? കണ്ടല്ലേ, ഇതിലേതാ മീഡിയം? ഇതോ? ഇതാണ് നമ്മുടെ മൊഹിത്തോസ്, അല്ല സ്ട്രോബെറി. സത്യം പറഞ്ഞാൽ ഇതിൽ ഏതാ പ്ലേറ്റ് റോളൊന്നും മനസ്സിലാവണില്ല. ഈ റോൾ തന്നെ അത്യാവശ്യം പ്ലേറ്റിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ എന്താ റബ്ബി ഇത്, ഞാൻ റോളാണല്ലോ പറഞ്ഞത്, പക്ഷെ ഇത് പ്ലേറ്റ് ആണല്ലോ എന്ന് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അവന്മാർ വെറുതെ പറ്റിച്ചതാണ്, കുട്ടികൾക്കുള്ള സൈസാണ്. കുട്ടികൾ ഇതിൻ്റെ പകുതി കഴിക്കുമെന്നാവും, അത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്യൂസും ഞങ്ങളുടെ ഷവർമയും എല്ലാം വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാൻ വയ്യ, കാരണം അത്രയും ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതുകൊണ്ടാണ് ആ ഫുള്ളും ഞാൻ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സുധീർ കാക്കുനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സുധീർ കാക്കുവാണ് കേട്ടോ നമ്മുടെ അയൽവാസി എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ച് നാട്ടിലേക്ക്. ഗൈസ്, അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ചുങ്കത്ത് ലെബനീസ് കിച്ചൺ അല്ലേ വൈക്കാക്കോ? അതല്ലേ എന്റെ പേര്? ലെബനീസ് കിച്ചണോ അങ്ങനെ എന്തോ എന്റെ പേര്. എന്താ ലെബനീസ് ഉണ്ട്. അവിടെ നിന്നായിരുന്നു നമ്മള് അടിപൊളി ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഷോപ്പ് പിന്നെ കുറച്ച് നമ്മള് പോയി ഒരു 2 മാസം ആയപ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്ത് പോയിട്ടോ. നമ്മള് പണ്ട് ചുങ്കത്ത് കൂടെ പോകുമ്പോൾ, പെരിന്തൽമണ്ണ പോയി വരുമ്പോൾ, ചുങ്കം പോയി വരുമ്പോഴൊക്കെ നമ്മള് എപ്പോഴും ഷവർമ കഴിച്ചിരുന്ന ആ ഷോപ്പിൽ നിന്ന്. പക്ഷെ അത് പോയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ എവിടെയാ റീഓപ്പൺ ചെയ്തിട്ടുള്ളത്, അത് അറിയാണെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കാന്ന് പോലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഓരോരോ അഡ്രസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പോയി കഴിച്ച ഫ്യൂഷൻ ഷവർമ ഏകദേശം അതേപോലത്തെ ടേസ്റ്റുള്ള ഷവർമ. എന്താ പിന്നെ അതിന്റെ പേര്? അതല്ല, ആ ഷോപ്പിന്റെ പേര് ഫ്യൂഷൻ ആണ്. ഷവർമ ഫ്യൂഷൻ എന്നാണ് ആ ഷോപ്പിന്റെ പേര്. അത് വരുന്നത് ബൈപ്പാസിലല്ലേ ഫൈക്കാക്കോ? ബൈപ്പാസിലാണ് ആ ഷോപ്പ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പെരിന്തൽമണ്ണയിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഷോപ്പാണത്. ഐ റെക്കമെൻഡ്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു അല്ലേ വൈക്കാക്കു? ഇഷ്ടപ്പെട്ടു, സീരിയസ്ലി ജെനുവിൻലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷവർമ അടിപൊളി ടേസ്റ്റ് ആണ്. അവിടെ മീഡിയം, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജും ഉണ്ട്. അതിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സ്മോൾ ആയിരുന്നു, കാരണം എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു. വൈക്കാക്ക് മീഡിയം എടുത്തു, ഞാനും ജിജും സ്മോൾ എടുത്തു കേട്ടോ. ഇത് വിശപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ അതെടുത്തപ്പോ തന്നെ അത്യാവശ്യം വയറ് ഫില്ലാകാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു പറഞ്ഞത് ഒരു ചെറിയ കുട്ടികളൊക്കെ എടുക്കുന്ന പോർഷനാണ്, പക്ഷെ അതൊന്നുമല്ല കേസ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മീഡിയം എന്ന് പറഞ്ഞാൽ ലാർജിന്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ലാർജൊക്കെ എന്തായിരിക്കും സൈസ്, അങ്ങനെയൊക്കെ. അപ്പോ അതൊക്കെയാണ് അവിടുത്തെ ഒരു കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഒരു അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, നമ്മൾ പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ആ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.